കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് നേടാൻ യോഗ്യരായിരിക്കും. അവർക്കായുള്ള ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സെറമണിയാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. വൈഎസ്ആർ കരാട്ടെ ക്ലബിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറും ആലപ്പുഴ ജില്ലാ കരാട്ടെ ജില്ലാ കായിക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ സെന്റ് സയാനൽ കുമാറിനെ ഇതിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് 2026 വർഷം വൈഎസ്ആർ കരാട്ടെ ക്ലബിന്റെ 24 കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്ന യോഗ്യത നേടിയിട്ടുള്ള കുട്ടികളാണ്. നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ 20, 24, 25 കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ കഠിനമായ പ്രയത്നത്തിൽ കൂടെ ഏറ്റവും കുറഞ്ഞ 3 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്ത കുട്ടികളാണ് ഇന്നിവിടെ ബ്ലാക്ക് ബെൽറ്റിന് അർഹനായത്. കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള കഠിനമായ ട്രെയിനിങ്ങിൽ എത്ര ചൂടാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ കഠിനമായിട്ടും അവര് പ്രാക്ടീസ് ചെയ്തു. അവർക്ക് കിട്ടിയ ട്രെയിനിങ് അവർക്ക് ഇപ്പോൾ ഹാപ്പിയാണ്. അന്ന് അവർക്ക് വിഷമമായിരുന്നു. എന്നോട് ചെറിയ നീരസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൈയും കാലും ഒക്കെ പലർക്കും പോയി അല്ലേ, ചോരകൾ വന്നു. വീട്ടിൽ അമ്മമാരും തടയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഈ പ്രാവശ്യം ബ്ലാക്ക് ബെൽറ്റ് നിർത്തില്ല. ഈ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർഷൽ ആർട്സ് ആണ്. ഇന്ന് കേരള ഗവൺമെന്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ളതും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കരാട്ടെ പഠിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് കിട്ടുന്നത്. കരാട്ടയിൽ കേരള ഗവൺമെന്റ് സ്പോർട്സ് കൗൺസിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്ക് കരസ്ഥമാക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വെയിറ്റേജ് കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടി പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാലക്ഷ്മി അവർ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേരിലും വൈഎസ്ആർ കരാട്ടെ ക്ലബിന്റെ പേരിലും ജീത്തു കൈ കരാട്ടെ ടു കേരളയുടെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രോഗ്രാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ 3-ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി ശ്രീകലെ വൈഎസ്ആർ കരാട്ടെ ക്ലബിന്റെ പേരിലും ജീത്തോക്ക് കരാട്ടെ ടു കേരളയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായി സ്വാഗതം. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു സംഭവം ഇന്ന് ഇവിടെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മാധവസ് കുമാറിന്റെ പേരന്റ് ശ്രീ സിനേഷ് അവരുടെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മളെ ക്ഷണം സ്വീകരിച്ച് 2 വാക്ക് സംസാരിക്കാൻ എത്തിച്ചേരുന്ന ഏഞ്ചൽ മേഡത്തിന്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഉദ്ഘാടനത്തിനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാലക്ഷ്മി അവരുടെയും പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ശ്രീകല മേഡത്തെയും നമ്മുടെ കുട്ടികളുടെ കുറച്ച് പെർഫോമൻസ് ആണ്. അപ്പം നമുക്ക് കരാട്ടയിൽ കത്ത എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. കത്ത എന്ന് പറയുന്നതാണ് കരാട്ടയിൽ ഏറ്റവും മെയിനാണ് ഹാർട്ട് ഓഫ് കരാട്ടെ. അതായത് നമ്മൾ ഡിഫെൻഡ് ആൻഡ് അറ്റാക്ക്, അതാണ് ഈ കത്ത എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കത്ത. അപ്പോൾ ആ കത്തയിൽ നമ്മൾ സിംഗിളായിട്ടാണ് നമ്മൾ ചെയ്യിക്കാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാ കുട്ടികളും സിംഗിളായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് കത്തയായിട്ടാണ് ചെയ്യുന്നത്. 4 പേര് 5 പേര് ചേർന്ന് നിന്ന് ചെയ്യുന്ന ഒരേ ടൂണിൽ ചെയ്യുന്ന കത്താസാണ്. അപ്പൊ കത്താസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അറ്റാക്ക് ആൻഡ് ഡിഫെൻഡ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ കത്താസ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് ഫൈറ്റിംഗ് ഉണ്ടാവും. ഒരാൾ 5 പേരുമായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. ആ 5 പേരുമായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും. അപ്പം കൊച്ചുകുട്ടികളാണ്, പരിമിതികളുണ്ടാവും, നിങ്ങളത് ശ്രദ്ധിക്കുക.
അതിന് നമ്മളെ ഫുള്ള് ക്രിറ്റിസൈസ് ചെയ്യരുത്. കൊച്ചുകുട്ടികളാണ്. പിന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ ചിലപ്പം ഒന്ന് വൈബ്രേറ്റ് ചെയ്യാം. പക്ഷെ എങ്കിലും അവർ ചെയ്യാൻ അങ്ങനെ വൃത്തിയായിട്ട് ചെയ്യും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം അത്രത്തോളം ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യും 100%. അപ്പം നമുക്ക് കത്താസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ധ്യാൻ വിഷ്ണു, ആദിനാഥ്, ശ്രീഹരി, അഭിനവ്. കൈയടിച്ചൂടെ കുട്ടികൾ കൈയടിച്ചൂടെ. കൈയടിച്ചൂടെ. Bigla Divan, ध्यान विष्णु, माधव, अद्वैत और अभिनव. ध्यान विष्णु